ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് OETയുടെ ലിസണിങ്ങിൻ്റെ പാർട്ട് എയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ്. പാർട്ട് എ നമുക്ക് എങ്ങനെ എളുപ്പമാക്കാം, അതിന് വേണ്ടുന്ന കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ OETയുടെ പ്രിപ്പറേഷനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ OET ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് നമ്മളായിട്ട് ചെയ്യേണ്ട കുറച്ച് പ്രിപ്പറേഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഐ കാർഡിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ലിസണിങ് പാർട്ടിലേക്ക് പോകാം. ആദ്യം തന്നെ OET ലിസണിങ്ങിൻ്റെ പാർട്സിനെ കുറിച്ച് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്താണ് ലിസണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് OET ലിസണിങ്ങിന് ടോട്ടൽ വരുന്നത് 42 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമ്മൾ ഈ 42 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് 40 മിനിറ്റ്സ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിൽ 3 പാർട്സ് ഉണ്ട്. പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. ഇതിൽ ഇന്ന് ഞാൻ പറയുന്നത് പാർട്ട് എയെ കുറിച്ചാണ്. കാരണം 3 പാർട്ടും കൂടെ ഒരുമിച്ച് ചെയ്യാനിരുന്നാൽ വലിയ ലെങ്തി ആയി പോകും ഈ വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പാർട്ട് എ മാത്രം പറയുന്നത്. അപ്പോൾ പാർട്ട് എയിൽ നമ്മൾക്ക് ടോട്ടൽ 24 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ 24 ക്വസ്റ്റ്യൻസിൽ നമുക്ക് 2 എക്സ്ട്രാക്റ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അതായത് 12 ക്വസ്റ്റ്യൻ വീതമുള്ള 2 എക്സ്ട്രാക്ട്സ് ആയിരിക്കും കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺവെർസേഷൻ ആയിരിക്കും. ഒരു ഡോക്ടറോ ഒരു പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ്, അതും അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ, അവരും ഒരു പേഷ്യൻറ്റും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ആയിരിക്കും നമുക്ക് ഈ ലിസണിങ്ങിൻ്റെ പാർട്ട് എയിൽ വരുന്നത്. ഈ കോൺവെർസേഷൻ്റെ തന്നെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾക്ക് ഒരു ബുക്ക്ലെറ്റായിട്ട് നമ്മളുടെ കയ്യിലുണ്ടാവും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. വരുന്ന ഡാഷ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതാണ് അതിനകത്തെ എ പാർട്ട് വരുന്നത്. ഇനി ലിസണിങ്ങിൻ്റെ മാർക്ക് ഞാൻ പറയാം. ഞാൻ പറഞ്ഞിരുന്നു 42 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 42 മാർക്സ് ആണ് വരുന്നത്. ഇനി നമ്മൾക്ക് ലിസണിങ്ങിന് എ ഗ്രേഡ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ 36 മുതൽ 32 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചെയ്യണം. ഇനി ബി ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 30 to 35 ക്വസ്റ്റ്യൻസ് കറക്റ്റാക്കി എടുക്കണം. ഇനി C+ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ 25 to 29. കാരണം ഈ 3 ഗ്രേഡ് കിട്ടിയിട്ടേ നമ്മൾക്ക് ഗുണമുള്ളൂ. അപ്പോൾ ബി ഗ്രേഡ് കിട്ടണമെങ്കിൽ നമ്മൾ 30 to 35 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇനി ചില കേസസിൽ നമ്മൾക്ക് കറക്റ്റായിട്ട് അറിയില്ലെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇനി ക്വസ്റ്റ്യൻസ് നല്ല ടഫായിട്ട് വരികയാണ്, എല്ലാവർക്കും പൊതുവേ സ്കോർ കുറവായിട്ട് വരുന്ന സമയത്തിൽ ഇവർ കട്ട് ഓഫ് മാർക്ക് വയ്ക്കാറുണ്ട്. അങ്ങനെയുള്ള കേസസിൽ ചിലപ്പോൾ 28 ക്വസ്റ്റ്യൻസ് ആൻസർ കറക്റ്റായിട്ട് വന്നാലും നമ്മൾക്ക് ബി ഗ്രേഡ് കിട്ടാറുണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്നറിയില്ല. ഏതായാലും നമുക്ക് ഒരു 30 എബോവ് തന്നെ എയിം വെച്ച് പഠിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ലിസണിങ്ങിൻ്റെ പാർട്ട് എ ആൻഡ് ബിയിൽ നമ്മൾ മാക്സിമം സ്കോറ് നമ്മൾ ഗെയിൻ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉറപ്പായിട്ടും ബി ഗ്രേഡ് കിട്ടും. പാർട്ട് എയും ബി ആണ് യൂഷ്വലി എല്ലാവർക്കും എളുപ്പമായിട്ട് വരുന്നത്. സി പാർട്ട് കുറച്ച് ടഫാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം സ്കോർ നമ്മൾ എയിലും ബിയിലും കളക്ട് ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ലിസണിങ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ ലിസണിങ് ഇമ്പ്രൂവ് ചെയ്തെടുക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ള 2 കാര്യങ്ങളാണ്. ഞാനതിൽ പറഞ്ഞിരുന്നു ഹെൽത്ത് ടോക്സ് ഇല്ലെങ്കിൽ ഹെൽത്ത് റേഡിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ്ലി കേൾക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതും ഹെഡ്സെറ്റ് വെച്ച് തന്നെ കേൾക്കണം. ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ യൂട്യൂബിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് മെഡിക്കൽ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ ഡിസ്കഷൻ കിട്ടും. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരെണ്ണമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയതാണ്. അതുപോലെ തന്നെ ലിസണിങ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം ഞാൻ പറയാം. നമ്മൾക്കിതിൽ ഒരുപാട് മെഡിക്കേഷൻസിൻ്റെ പേര് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലിസണിങ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് OETയിൽ കോമൺലി യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻസിൻ്റെ പേര് കിട്ടും. ഈ പേര് നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് ആൻറ്റി ഹൈപ്പർടെൻസീവ്സ്, ആൻറ്റി ഡിപ്രസൻസ്, ഇങ്ങനെ പറഞ്ഞ് ഓരോ ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് അതൊന്ന് നോക്കുക. ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കേഷൻസിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല.
ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ അതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോകുന്ന രീതിയിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ലിസണിങ്ങിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഓരോ മെഡിക്കേഷൻസിൻ്റെയും സ്പെല്ലിങ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഓരോ മെഡിക്കേഷൻസിൻ്റെയും നെയിം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അതായത് നമുക്കറിയാം, നമ്മൾക്ക് ഈ ലിസണിങ്ങിൽ വരുന്നത് ഒരു പക്ഷേ ഓസ്ട്രേലിയൻ പ്രൊനൗൺസിയേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ കനേഡിയൻ, ബ്രിട്ടീഷ്, ഐറിഷ്, ഇതിലേത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഈ ലാംഗ്വേജിലെല്ലാം എങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ലിസണിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മെഡിക്കേഷൻസിൻ്റെ പേര് വരുവാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും നമുക്കത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഉള്ള മെയിൻ ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങൾക്ക് ലിസണിങ്ങിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾക്ക് കിട്ടുന്ന ഒരു സ്ക്രിപ്റ്റ്. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവണില്ലേ? ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. പേഷ്യൻ്റെ പേരാണ് റേയ് സാൻസ്. പേഷ്യൻ്റ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ആ ഒരു കേസ് സ്റ്റഡി പോലെയാണ് ഇത് പോകുന്നത്. പേഷ്യൻറ്റിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ്, പേഷ്യൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി വരാം, പേഷ്യൻ്റെ മെഡിക്കേഷൻസ് എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വരാം, നേരത്തെയുള്ള എന്തെങ്കിലും റെഫറൽസ് ഉണ്ടെങ്കിൽ വരാം. ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു സ്ക്രിപ്റ്റ് കിട്ടുന്നത്. ഇനി നമ്മൾ ലിസണിങ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും എക്സാമിൻ്റെ ടൈമിലാണെങ്കിലും നമ്മൾക്ക് ഇതുപോലെ സ്ക്രിപ്റ്റും നമ്മളുടെ ക്വസ്റ്റ്യനും നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് മാക്സിമം ടൈംസ് ഞാൻ പറഞ്ഞു, നമ്മൾക്ക് 2 എക്സ്ട്രാക്ട്സ് ഉണ്ട്. ഇതിൽ നമുക്ക് ഓരോ എക്സ്ട്രാക്റ്റിനും മുന്നേ 30 സെക്കൻഡ്സ് വീതം നമ്മൾക്ക് ഇത് വായിക്കാനുള്ള ടൈം കിട്ടും. ആ ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കാരണം ഇപ്പോൾ തന്ന ആ ഒരു സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾക്കത് വായിക്കുമ്പം തന്നെ മനസ്സിലാവും പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണ്, പേഷ്യൻ്റ് ആരുടെ അടുത്താണ് വന്നിരിക്കുന്നത്, പേഷ്യൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, എന്തെങ്കിലും മെഡിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ, ഫർദർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. അതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് വായിക്കുക. എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഷിൻ്റെ അപ്പുറം ഇപ്പുറം മാത്രം വായിച്ചിട്ട് പോകും. അങ്ങനെ ചെയ്യരുത്. ഇതിന് സബ് ഹെഡിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ പാസ്റ്റ് ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, പ്രസൻറ്റ് കംപ്ലയിൻറ്റ്സ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഹെഡിങ് ഉണ്ടാവും. അതും നമ്മൾ നല്ല പോലെ വായിച്ചിരിക്കണം. ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഓവറോൾ എന്താണ് എന്നുള്ളൊരു പിക്ചർ നല്ലതായിട്ട് കിട്ടും. അത് നമ്മൾക്ക് പിന്നീട് നമ്മളുടെ ആ ഒരു എക്സ്ട്രാക്റ്റ് കേൾക്കുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. ഇങ്ങനെ വായിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിതിൽ കുറേ ആൻസേഴ്സ് നമുക്ക് അസ്യൂം ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾക്ക് പേഷ്യൻറ്റിന് കണ്ടീഷൻ മൈഗ്രെയിൻ ആണെന്ന് വിചാരിക്കുക. നമ്മൾക്കറിയാം മൈഗ്രെയിനിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ്. ഇപ്പം ഹെഡേക്ക് ഉണ്ടാവാം, വോമിറ്റിംഗ് ഉണ്ടാവാം. അപ്പോൾ ഇൻ കേസ് നമ്മൾക്കത് നമ്മൾ എക്സ്ട്രാക്റ്റ് കേൾക്കുമ്പോൾ നമ്മൾക്കത് മിസ്സായാൽ പോലും ലാസ്റ്റ് നമുക്കത് നമ്മൾ അസ്യൂം ചെയ്ത വേർഡ് വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മാക്സിമം ടൈം നമ്മൾക്ക് പറ്റുന്ന ഈ 30 സെക്കൻഡ്സിൽ പറ്റുന്ന അത്രയും തവണ നല്ല മനസ്സിരുത്തി നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിക്കുക. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഈ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, പേഷ്യൻ്റ് പറയുന്ന കാര്യങ്ങൾക്കാണ് ഇതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ. അതുകൊണ്ട് നമ്മൾ പേഷ്യൻ്റ് സ്പീച്ചിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് പേഷ്യൻ്റ് പറയുന്ന സയൻസിനും പേഷ്യൻ്റ് പറയുന്ന പാസ്റ്റ് ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, ഇതിനാണ് അതിൽ ഇമ്പോർട്ടൻസ് കൂടുതൽ. ഡോക്ടർ ചിലപ്പോൾ ലാസ്റ്റ് മാത്രമായിരിക്കും ഡോക്ടറിൻ്റെ ഒരു റോള് വരുന്നത്. അതായത് ഫർദർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് അങ്ങനെ വല്ലതും വരുമ്പോൾ മാത്രമേ ഡോക്ടർ പറയുന്നത് നമുക്ക് ഫില്ല് ചെയ്യാൻ വരുള്ളൂ. അതുകൊണ്ട് പേഷ്യൻ്റ് പറയുന്നത് നല്ല പോലെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തുള്ള കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഡാഷിന് മുൻപും ശേഷവും ഉള്ള ഏതെങ്കിലും ഒരു വേർഡ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഹെഡേക്ക് ആൻഡ് ഡാഷ് ആയിരിക്കാം. അപ്പം നമ്മൾ ഹെഡേക്ക് എപ്പോഴാണ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ ഡാഷ് കഴിഞ്ഞിട്ടുള്ള എന്ത് വേർഡാണോ അത് നമ്മളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. വേണമെങ്കിൽ നമുക്ക് അതിനകത്തൊരു ചെറിയ വരയൊക്കെ ഇട്ട് വയ്ക്കാം നമ്മളുടെ പേപ്പറിനകത്ത്. അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഇങ്ങനെ കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ സ്ക്രിപ്റ്റിൽ തന്ന ആ സെയിം സെൻറ്റൻസ് തന്നെ നമ്മളുടെ ഓഡിയോയിൽ വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. ചിലപ്പോൾ അവർ പാരാഫ്രൈസ് ചെയ്തായിരിക്കും നമ്മൾക്ക് ചില സെൻറ്റൻസുകൾ തന്നേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പേഷ്യൻറ്റിന് സ്റ്റിഫ് നെക്ക് ഉണ്ട് എന്നാണ് നമ്മളുടെ സ്ക്രിപ്റ്റിൽ കിടക്കുന്നത്. ചിലപ്പോൾ ഓഡിയോ വരുമ്പോൾ അതിനകത്ത് ഇങ്ങനെ മാത്രമേ പറയുള്ളാവും, ഡിഫിക്കൽറ്റി ഇൻ ദ നെക്ക്,
നമ്മളപ്പോൾ സ്റ്റിഫ് നെക്ക് വരുന്നത് നോക്കിയിരിക്കും, ആ ഓഡിയോയുടെ സെക്ഷൻ അങ്ങ് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ പാരാഫ്രൈസ് ചെയ്തവർ ഇത് പറയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെ പാരാഫ്രൈസ് ചെയ്ത് വരുന്നതിന് മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ പേഷ്യൻറ്റിന് സീഷേഴ്സ് ആണ്, നമ്മളുടെ സ്ക്രിപ്റ്റിൽ സീഷേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ഓഡിയോയിൽ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും അവർ പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് ആക്ടിവിറ്റി ഓഫ് ബ്രെയിൻ ഈസ് ഇമ്പയർഡ്. നമ്മളപ്പോൾ അത് ശ്രദ്ധിക്കത്തില്ല, നമ്മൾ സീഷേഴ്സ് ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ഈ കിട്ടുന്ന ഈ ഒരു സെക്കൻഡ് ടൈം കൊണ്ട് നമ്മൾ ഇത്രയൊക്കെ ചിന്തിക്കാനുള്ള ടൈം നമുക്കുണ്ടോയെന്ന്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കീപ്പ് ഓൺ പ്രാക്ടീസിങ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു പാരാഫ്രൈസിങ് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം അത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഇനി നമ്മൾ ലിസണിങ് പ്രാക്ടീസ് ചെയ്യുമ്പം ചെയ്യേണ്ട മറ്റൊരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കതിൽ ഒരുപാട് മെഡിക്കേഷൻസിൻ്റെ പേര് വരും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളോടൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ലിസ്റ്റിലേക്ക് നിങ്ങൾ ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുമ്പം പുതിയ പുതിയ എന്തെങ്കിലും മെഡിക്കേഷൻസിൻ്റെ പേര് വരികയാണെങ്കിൽ അതും കൂടെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇത് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ പലവട്ടം കേട്ട് നോക്കുക. നിങ്ങൾ ഈ പ്രാക്ടീസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഓഡിയോ ഒന്നും കൂടെ കേട്ട് നോക്കിയിട്ട് അവരെങ്ങനെയാണ് ആ മെഡിക്കേഷൻ്റെ നെയിം പ്രൊനൗൺസ് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് ഗൂഗിളിലോ മറ്റെവിടെയെങ്കിലും നോക്കി കറക്റ്റ് ചെയ്ത് നിങ്ങളത് നിങ്ങളുടെ നോട്ടിൽ തന്നെ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. ഇതും ഒരു മെയിൻ കാര്യമാണ്. ഇനി ലിസണിങ്ങിൽ അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ അവർ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഡിക്കേഷൻ്റെ നെയിം പൂർണ്ണമായിട്ട് മാറി മറ്റൊരു മീനിങ് വരുന്ന മറ്റൊരു മീനിങ്ങിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതും ഞാൻ ഈ പറഞ്ഞ പോലെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സ്പെല്ലിങ് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എക്സാം ഹോളിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സ്പെല്ലിങ് നമുക്ക് എറേഴ്സ് വരുന്നത് മെഡിക്കേഷൻസിൻ്റെ പേരിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു നോട്ട് ഉണ്ടാക്കി വയ്ക്കാൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊപ്പനനോൾ, മെറ്റാപ്രലോൾ, ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഒരു ലോളാണ് വരുന്നത്. പക്ഷേ നമ്മളത് മാറ്റി ഈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിസിൻ്റെ പേര് തന്നെ മാറിപ്പോവും. അതൊന്നും അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് എഴുതി തന്നെ വെച്ച് പഠിക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് സ്റ്റിക്ക് ഓൺ വൺ ക്വസ്റ്റ്യൻ. അതായത് എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. കാരണം ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മളുടെ ലിസണിങ്. ആ ടൈമിൽ നമ്മൾ നല്ലപോലെ ടെൻഷനിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ടെൻഷൻ കാരണം ചിലപ്പോൾ കേട്ടു എന്ന് വരില്ല. അപ്പോൾ ഇതാലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അയ്യോ 1-2 ക്വസ്റ്റ്യൻ പോയല്ലോ എന്നാലോചിച്ചിരിക്കുന്ന ടൈം കൊണ്ട് ബാക്കി വരുന്ന എല്ലാ ആൻസേഴ്സും നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് അഥവാ 1-2 ക്വസ്റ്റ്യൻസ് സ്കിപ്പായി പോയി എന്ന് വെക്കുക, അതവിടെ വിട്ടേക്കുക. നെക്സ്റ്റ് ആ ഓഡിയോ പോകുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പോവുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് അതിൽ ലോസ് ആവും. അതുകൊണ്ട് ഒരൊറ്റ ക്വസ്റ്റ്യനിൽ തന്നെ ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കരുത്. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് ടൈം കിട്ടും. ആ ഒരു ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും അവിടെ അസ്യൂം ചെയ്ത് എഴുതാൻ പറ്റും. അതുകൊണ്ട് അത് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കാതെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രിവേഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അബ്രിവേഷൻസ് അവർ അക്സെപ്റ്റ് ചെയ്യും എന്നല്ല ഞാൻ പറഞ്ഞത്. ചില കേസസിൽ, മോസ്റ്റ് ഓഫ് ദ കേസസിൽ നമുക്ക് ഒരു ഡാഷ് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു ടൈം ഉണ്ടായിരിക്കും അടുത്തൊരു ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈം കൊണ്ട് നമുക്കത് എഴുതി തീർക്കാൻ പറ്റും. പക്ഷേ ചില കേസിൽ 2 ഡാഷൊക്കെ അടുത്തടുത്തായിട്ട് വരും. അതായത് ഹെഡ് ഏക്ക് ആൻഡ് വോമിറ്റിംഗ്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഡയബറ്റിക്, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ടൈമിൽ ചിലപ്പോൾ നമുക്കിത് രണ്ടും കൂടെ നീട്ടിപ്പിടിച്ച് എഴുതാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടൂല എന്ന് വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മളുടെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോവും. അതുകൊണ്ട് നമ്മൾക്കിപ്പം ഹൈപ്പർ ടെൻഷൻ, HTN, ഡയബറ്റിക്കിന് DM, ഇങ്ങനെയുള്ള നമ്മൾക്ക് മനസ്സിലാവുന്ന അബ്രീവിയേഷൻസ് യൂസ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് ടൈം കിട്ടും. ആ ടൈമിൽ നമുക്കിത് മായിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് എഴുതാവുന്നതാണ്. പിന്നെ ചില അബ്രീവിയേഷൻസ് അവർ അക്സെപ്റ്റ് ചെയ്യും. അതായത് ഹൈപ്പർ ടെൻഷന് HTN എന്നുള്ളത്, അതുപോലെ ഡയബറ്റിക്കിന് DM എന്നുള്ളത്, ഇങ്ങനെയുള്ള അബ്രീവിയേഷൻസ് ഒക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. എങ്കിൽ പോലും നമുക്ക് ലാസ്റ്റ് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അത് മാറ്റിയിട്ട് അതിൻ്റെ ഫുൾ ഫോം തന്നെ എഴുതാൻ ശ്രമിക്കുക. പക്ഷേ ഈ ഓഡിയോ കേൾക്കുന്ന ടൈമിൽ നമ്മൾക്ക് ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അബ്രീവിയേഷൻസ് അവിടെ യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് അത് മാറ്റി എഴുതിയാൽ മതി. പക്ഷേ അതേ കൂട്ടത്തിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾക്ക്
മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ അബ്രിവേഷൻസ് അവിടെ എഴുതി വെച്ചിട്ട് അവസാനം നമ്മൾ തന്നെ ഇരുന്ന് തപ്പും ഞാൻ എന്തായിരുന്നു അവിടെ എഴുതിയത്. അങ്ങനെ ഉണ്ടാവരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലുള്ള അബ്രിവേഷൻസ് അവിടെ എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് ലീവ് എനി ക്വസ്റ്റ്യൻസ്. അതായത് ഞാൻ പറഞ്ഞു പാർട്ട് എയിലും ബിയിലുമാണ് നമുക്ക് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. നമ്മൾക്ക് അഥവാ അവിടെ കേൾക്കാൻ പറ്റിയില്ല, നമ്മളത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് നമ്മൾ ഒന്ന് അസ്യൂം ചെയ്യുക അവിടെ എന്തായിരിക്കും വരുന്നത് എന്ന് അസ്യൂം ചെയ്ത് അതവിടെ എഴുതി വെക്കുക. ഒരിക്കലും ഒരു ഡാഷ് പോലും നമ്മൾ ഫില്ല് ചെയ്യാതെ വിടരുത്. ഇതെൻ്റെ അനുഭവമാണ്. എൻ്റെ എക്സാം ടൈമിൽ എനിക്ക് ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാമത്തെ നാലാമത്തെ എന്തോ ഒരു വേർഡ്, അതായത് ഒരു പേഷ്യൻ്റ് കാറിലേക്ക് കയറുന്നു എന്നുള്ളതായിരുന്നു ആ ഒരു സെൻറ്റൻസ്. അതിനകത്ത് എനിക്കറിയില്ല ഇപ്പോഴും ഞാൻ ആ എഴുതിയ ആൻസർ കറക്റ്റ് ആണോ എന്ന്. എനിക്കത് കിട്ടിയില്ല അവിടെ എന്താണ് അതിൻ്റെ ഡാഷിൻ്റെ അവിടെ വരുന്നതെന്ന്. പക്ഷേ ഞാൻ എഴുതി കാറിലേക്ക് കയറുകയല്ലേ, അപ്പോൾ ബെൻഡിങ് ആയിരിക്കും എന്ന് ഊഹിച്ചിട്ട് ഞാൻ അവിടെ ബെൻഡിങ് എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. എനിവേ എനിക്ക് ലിസണിങ്ങിന് ബി ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ആയിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ആൻസേഴ്സ് അസ്യൂം ചെയ്ത് വയ്ക്കുന്നുണ്ട്. ആ ആൻസറിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും നമ്മൾ വിടരുത്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളതൊന്നും എഴുതാതെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ 0 ചാൻസാണ് അവിടെ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു അസ്യൂം ചെയ്ത് എന്തെങ്കിലും ഒരു വേർഡ് അവിടെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 50% ചാൻസ് ഉണ്ട് അത് കറക്റ്റ് ആവാൻ. ബാക്കി 50% ഉള്ളൂ റോങ് ആവാനുള്ള ചാൻസ്. ഒന്നും കൂടെ മനസ്സിലാക്കിക്കോളാം, ഇതിനകത്ത് നമുക്ക് നെഗറ്റീവ് മാർക്കിങ്സ് ഇല്ല. ഒരൊറ്റ ക്വസ്റ്റ്യന് പോലും നെഗറ്റീവ് മാർക്കിങ്സ് ഇല്ല. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ എഴുതി ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒരു വട്ടം മാത്രം പ്രാക്ടീസ് ചെയ്യാതെ പല വട്ടം പ്രാക്ടീസ് ചെയ്യുക. ഞാനതിനൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു വട്ടം എ പാർട്ട് ബി പാർട്ട് ഇത് രണ്ടും കൂടെ ചെയ്യുക. ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ ചെക്ക് ചെയ്യരുത്, ആൻസർ കീ ചെക്ക് ചെയ്യരുത്. നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. രണ്ടാമത്തെ വട്ടം നിങ്ങൾ ആദ്യത്തെ വട്ടം എഴുതിയതിനേക്കാൾ കൂടുതൽ ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി മൂന്നാമത് ഒന്നും കൂടെ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു മൂന്നാമത്തെ വട്ടം ഇത് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ കീ ചെക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് അവരുടെ പ്രൊനൗൺസിയേഷൻ നമ്മൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് മെഡിക്കേഷൻസിൻ്റെയോ അല്ലെങ്കിൽ ചില വേർഡ്സൊക്കെ അവർ പ്രൊനൗൺസ് ചെയ്യുന്നത് 2-3 വട്ടം കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്തതിന് ശേഷം വീണ്ടും 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 ആ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിനകത്തെ ഫുൾ ആൻസേഴ്സ് കറക്റ്റ് ആകുന്നത് വരെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ പഠിക്കുക. ഇനി അടുത്ത കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്രാക്ടീസ് റെഗുലർലി. അതായത് ദിവസവും നമ്മൾ ലിസണിങ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ ആദ്യമേ തോന്നുന്നത് ലിസണിങ്ങും റൈറ്റിങ്ങും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ ആയിരിക്കും. സ്പീക്കിംഗ് നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ പാസ്സാവും. അപ്പോൾ ഈ ഒരു 3 മോഡ്യൂളെങ്കിലും നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ലിസണിങ് ചെയ്യാനായിരുന്നു. കാരണം എനിക്കെന്തോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഡെയിലി ഞാൻ ഒന്നുമില്ലെങ്കിൽ എ ആൻഡ് ബി പാർട്ട് ഡെയിലി ഞാൻ ചെയ്യുമായിരുന്നു. സി പാർട്ട് കുറച്ച് ടഫാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് കുറച്ച് പുറകോട്ട് വലിയും. അതുകൊണ്ട് എ ആൻഡ് ബി പാർട്ട് മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും മാക്സിമം നിങ്ങൾ എയും ബിയും പാർട്ടെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എ ആൻഡ് ബി പാർട്ടിൽ നിന്ന് മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബി ഗ്രേഡ് കിട്ടും. അതുകൊണ്ട് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഓരോ വട്ടവും ലിസണിങ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്കോർ നമ്മളൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് ഓരോ വട്ടവും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തുക. ഇനി ഒരുപാട് വട്ടം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു രീതി മാറ്റിയിട്ട് നിങ്ങളുടേതായ ഒരു രീതി കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു രീതി നമ്മളായിട്ട് കണ്ടുപിടിക്കുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ യൂസ് ചെയ്ത കാര്യങ്ങളാണ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യുക, അതുപോലെ തന്നെ മെഡിക്കേഷൻസിൻ്റെ പേര് എഴുതി വെക്കുക, അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ ചെയ്ത കാര്യങ്ങളാണ്. ഇത് പല സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. നേരത്തെ OET എഴുതിയവരിൽ നിന്നോ യൂട്യൂബിൽ നിന്ന് ഗൂഗിളിൽ നിന്ന് ഒക്കെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഐഡിയാസാണ്. ഇതുപോലെ നിങ്ങൾക്ക് വേറെ ഏതൊക്കെ ചാനലുകളുണ്ട്, യൂട്യൂബിൽ സെർച്ച് ചെയ്ത ഒരുപാട് OET ക്ലാസ്സസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നുന്ന ഏതെങ്കിലുമൊക്കെ മെത്തേഡ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഏത് മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നത് അത് നിങ്ങൾ സ്വയം കണ്ടെത്തുക, അത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. മെയിൻ കാര്യം ഇതിനകത്ത് നമ്മൾക്ക് ചെയ്ത്
എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ ഒരു സ്കില്ല് വളർത്തിയെടുക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ഇതിനകത്ത് നമ്മൾ 3 സ്കില്ലാണ് ഒരേ സമയം യൂസ് ചെയ്യുന്നത്. ലിസണിങ്, റീഡിങ്, റൈറ്റിങ്. ഇത് ഒരേ രീതിയിൽ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്. അതായത് ഹെൽത്ത് ടോക്സ് ഒക്കെ കേട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ എഴുതാൻ ശ്രമിക്കുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ചെയ്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അത് വേണ്ട, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അതിൻ്റെ ഓഡിയോ കേൾക്കുക, ഡാഷ് ഒന്നും നോക്കണ്ട, ഓഡിയോ കേൾക്കുക, അതിൻ്റെ കൂടെ തന്നെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടെ അത് നല്ലതായിരിക്കും. അതിനകത്ത് മെഡിക്കേഷൻസിൻ്റെ പേരും ഡയഗ്നോസിസും ഒക്കെ വരുമ്പോൾ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ലതായിരിക്കും, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഏത് മെത്തേഡിലാണെങ്കിലും നമ്മൾ ഓരോ വട്ടം പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴും നമ്മൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് നമ്മളത് നേരെയാക്കാൻ നോക്കുക. ഇനി OETയുടെ ലിസണിങ്ങിനുള്ള മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. യൂട്യൂബിൽ ഇഷ്ടം പോലെ ലിസണിങ് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. പക്ഷേ അതിനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് പറഞ്ഞ പോലെ നമുക്ക് പ്രിൻ്റ് എടുത്തൊന്നും അതിനകത്ത് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ പ്രിൻ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഒപ്പിക്കുക. എവിടെയെങ്കിലും ഫ്രണ്ട്സിൽ നിന്നൊക്കെ ചോദിച്ച് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് വെച്ച് അതിൽ ചെയ്ത് പഠിക്കുക. നമ്മൾ അങ്ങനെ ചെയ്ത് യൂസ്ഡായി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ കയറിയിട്ട് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ബുക്കിൽ ഇതുപോലെ ABCD ഇട്ട് വെച്ച് അത് എഴുതി പഠിക്കാം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് കോൺഫിഡൻ്റ് ആയതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ലിസണിങ് മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് OET ലിസണിങ് എന്നടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ കിട്ടും. അതിനകത്ത് അതായത് ഒരു കുട്ടി ഇങ്ങനെ ഫ്രോക്കൊക്കെ ഇട്ടിരിക്കണ പോലത്തെ ഒരു പിക്ചറാണ് അതിനകത്ത് വരുന്നത്. ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തൊരു I think ഒരു 30 to 34 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട് ലിസണിങ്ങിൻ്റെ. പക്ഷേ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളുടെ എക്സാം മോഡലല്ല. ചില ക്വസ്റ്റ്യൻസൊക്കെ നല്ല ടഫാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 12 13 എണ്ണേ ശരിയാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർക്കും, അയ്യോ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയുള്ളൂ എന്നോർത്ത് ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് അതുമായിട്ട് തറോ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്യാം. പിന്നെ കറക്റ്റ് എക്സാം മോഡൽ എന്ന് പറയുന്നത് നമ്മളുടെ OETയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക ആദ്യം തന്നെ. അതിനുശേഷം ജസ്റ്റ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് ലിസണിങ്ങിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം എയിലും ബിയിലും A and B പാർട്ടിൽ മാക്സിമം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ OET പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മെഡിക്കേഷൻസിൻ്റെ ലിസ്റ്റ് ഞാൻ പഠിച്ച സമയത്ത് ഞാൻ തയ്യാറാക്കിയ ഒരു ലിസ്റ്റുണ്ട്. അത് ഞാനൊരു വീഡിയോ ആയിട്ട് പിന്നീട് ഒരു ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കൂടുതൽ മെഡിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.